എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ലിംഗത്തെ ചെറുതാക്കുന്ന ചില ശീലങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ്. പലർക്കും ലിംഗം ചെറുതാകുമോ അല്ലെങ്കിൽ ലിംഗത്തിന് സൈസ് കുറയുമോ എന്നൊക്കെ പലതരത്തിലുള്ള ആശങ്കയാണ്. എന്നാൽ നിങ്ങളിലെ ചില ശീലങ്ങൾ കൊണ്ട് തന്നെ ലിംഗത്തെ ചെറുതാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ലിംഗത്തിന് വ്യായാമമില്ലാത്ത അവസ്ഥ. അതെ, ലിംഗത്തിനും വ്യായാമം ആവശ്യമാണ്. മറ്റുള്ള ശാരീരിക അവയവങ്ങൾക്ക് പോലെ തന്നെയുള്ള വ്യായാമം ലിംഗത്തിനും ആവശ്യമാണ്. ഈ വ്യായാമം നിങ്ങൾ കൊടുത്തില്ല എങ്കിലും പ്രകൃതി തന്നെ അതിനെ കൊടുക്കുന്നുണ്ട്. അതെ, ആ അനുഗ്രഹം പ്രകൃതി തന്നെ കരിഞ്ഞരുളിയതാണ്. അതാണ് ഉദ്ധാരണം. അതെ, രാവിലെ ലിംഗം ഉദ്ധരിക്കുന്നതും രാത്രിയിൽ ഉദ്ധരിക്കുന്നതും നിങ്ങൾ അറിയാതെ വരെ നിങ്ങളുടെ ലിംഗം ഉദ്ധരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥയാണ്, അഥവാ ആരോഗ്യമുള്ള ലിംഗത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് ലിംഗത്തിന്റെ വ്യായാമം. രണ്ടാമതായി, അമിതമായിട്ടുള്ള സ്വയംഭോഗം. അമിതമായിട്ടുള്ള സ്വയംഭോഗം നിങ്ങളുടെ ലിംഗത്തെ ചെറുതാക്കും. മാത്രവുമല്ല, നിരന്തരം പ്രശ്നങ്ങളുമാണ് നിങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു നോർമലായിട്ടുള്ള സ്വയംഭോഗം ലിംഗത്തിന് ആരോഗ്യപരമായ പല ഗുണങ്ങളും ലഭിക്കുന്നുണ്ട്. അടുത്തതായി, ഹെൽത്തി അല്ലാത്ത ഭക്ഷണ രീതി. ഹെൽത്തി അല്ലാത്ത ഭക്ഷണ രീതിയും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പലരും തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ രീതി പിന്തുടരുക. മാത്രവുമല്ല, ദിവസവും വെയിറ്റിന് അനുപാതത്തിനുള്ള വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അടുത്തതായി, ലിംഗവലിപ്പത്തിന് വേണ്ടി അങ്ങാടിക്കടകളിൽ ലഭിക്കുന്ന പലതരം മരുന്നുകൾ വാങ്ങി ലിംഗത്തിൽ ഉപയോഗിക്കുകയും തടവുകയും ചെയ്യുന്ന ഒരു രീതി. ഈ രീതി നിങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. ചിലപ്പോൾ ഉള്ളതിനേക്കാൾ വലിപ്പം കുറഞ്ഞെന്ന് വരാം. അതുപോലെ തന്നെ ലിംഗം വലിച്ചു നീട്ടുന്ന മസാജിങ് രീതി. ഇതും നിങ്ങൾക്ക് നിരന്തരം ദോഷമാണ് ഫലം ചെയ്യുക എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. കോട്ടന്റെ അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. അമിതമായി ഇറുകിയത് ധരിക്കാതിരിക്കുക. ഇത് അത്തരം ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെയാണ് കുറയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക. ലിംഗത്തിനും പെൽവിക് ഏരിയയിലും നന്നായി ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ആക്കി വിടുന്ന, അഥവാ അത്യാവശ്യം നോർമലായി നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള പാൻറ്റീസ് ധരിക്കുക. ഇവ വെയിലത്തുടങ്ങിയതിന് മാത്രം യൂസ് ചെയ്യുക. ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്തെങ്കിലും കുറവോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക.